കൊലപാതക കേസിൽ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. സന്ദീപിന് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്ന് സുപ്രീംകോടതി. കൂടുതൽ വിവരങ്ങളുമായി ഷബ്ന സിയാദ് തുടരുന്നുണ്ട്. ഷബ്ന, സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ? ലക്ഷ്മി, ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏകപ്രതിയായ സന്ദീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിചാരണ കോടതി ആദ്യം തള്ളി, പിന്നീട് ഹൈക്കോടതി തള്ളി. അതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയും ഇപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നു. ഇപ്പോൾ ഇതിന്റെ വിചാരണ നടപടികൾ കൊല്ലത്ത് നടക്കുകയാണ്. ഈ കൊല്ലം കോടതിയിൽ നടക്കുന്ന ഈ വിചാരണ നടപടികളിലെ സാക്ഷി വിസ്താരം പൂർത്തിയായ ശേഷം ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജാമ്യം നൽകുന്നതിൽ ഉദാരമായ സമീപനമാണ്, അതായത് ജാമ്യമാണ് നിയമം എന്ന സമീപനമുണ്ട്. പക്ഷേ ഈ കേസിൽ അതിന് കഴിയില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയത്. പ്രതി സന്ദീപിന് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നും സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു. മാനസിക പ്രശ്നം മൂലമാണ് പെട്ടെന്ന് അത്തരത്തിൽ ഡോക്ടർ വന്ദനയെ ആക്രമിച്ചതെന്നും കൊലപ്പെടുത്തിയതെന്നും വാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും സന്ദീപിന് മാനസികമായി യാതൊരു പ്രശ്നവും ഇല്ല എന്ന് കോടതി കണ്ടെത്തി. പ്രതി ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം വലുതാണ് എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. വിചാരണ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകണമെന്ന സന്ദീപിന്റെ അഭിഭാഷകന്റെ ആവശ്യവും കോടതി തള്ളിയിട്ടുണ്ട്. കാരണം ഈ സംഭവത്തെ തുടർന്ന് അറസ്റ്റിലായതിൽ പിന്നീട് ജാമ്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് വിചാരണ വേഗത്തിലാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യവും അനുവദിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. 6 സാക്ഷികളെ ഉൾപ്പെടെ സാധ്യമായവരെല്ലാം ആക്രമിച്ചയാളാണ് പ്രതിയെന്നും വന്ദനാദാസിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനും കോടതിയിൽ വാദം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയത്. സാക്ഷി വിസ്താരം പൂർത്തിയായ ശേഷം സന്ദീപിന് ഹൈക്കോടതിയെ സമീപിക്കാം. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.